പുതിയ വിമാനങ്ങൾക്കായി $10 ബില്യൺ ചിലവഴിക്കാൻ തീരുമാനിച്ച ഇത്തിഹാദ് എയർവേസ് പ്രതിവർഷം 2500 ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുമെന്നും ഇത്തിഹാദ് എയർവേസ് അധികൃതർ അറിയിച്ചു. അടുത്ത 5 വർഷം കൊണ്ട് ഇത്തിഹാദ് എയർവേസിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്താനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇതിനായി $10 ബില്യൺ ചിലവഴിക്കാനാണ് തീരുമാനം. പുതുതായി 31 ഡെസ്റ്റിനേഷനുകൾ കൂടി സമീപകാലത്ത് ഇത്തിഹാദ് പ്രഖ്യാപിച്ചിരുന്നു. ഇവിടത്തേക്കായി പുതിയ വിമാനങ്ങൾ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കാണ് എയർവേസ് രൂപം നൽകിയിരിക്കുന്നത്. പ്രതിവർഷം 2500 ജീവനക്കാരെ പുതുതായി റിക്രൂട്ട് ചെയ്യുമെന്നും കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് വ്യക്തമാക്കി. UAE-യുടെ GDP വളർച്ചയ്ക്ക് മികച്ച പിന്തുണയാണ് ഇത്തിഹാദ് എയർവേസ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 3 വർഷം മുമ്പ് ലാഭത്തിലല്ലാതിരുന്ന എയർവേസ് ഇപ്പോൾ ലാഭത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡിവിഡന്റ് വിതരണം ചെയ്തത് അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ചീഫ് എക്സിക്യൂട്ടീവ് ആന്റോണാൾഡോ നെവസിന്റെ പ്രതികരണം. ഒമാനിൽ ഊർജ്ജധാതു മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രൊഫഷണൽ ലൈസൻസുകൾ സ്വന്തമാക്കുന്നതിന് 2026 ജൂൺ 1 വരെ ഗ്രേസ് പീരീഡ് അനുവദിച്ചു. കാലയളവ് തീരുന്നതിന് മുൻപ് പ്രൊഫഷണൽ ലൈസൻസുകൾ നേടണമെന്നും അധികൃതർ അറിയിച്ചു. ഊർജ്ജധാതു മേഖലയിലെ സെക്ടർ സ്കിൽസ് യൂണിറ്റ് പ്രതിനിധീകരിക്കുന്ന ഒമാൻ എനർജി സൊസൈറ്റി വഴിയാണ് പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നേടേണ്ടത്. ഇക്കാലയളവിനുള്ളിൽ പ്രൊഫഷണൽ ലൈസൻസിംഗ് സ്റ്റാറ്റസ് ശരിയാക്കിയില്ലെങ്കിൽ വർക്ക് പെർമിറ്റുകൾ നൽകുന്നതും പുതുക്കുന്നതും നിർത്തിവയ്ക്കുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. അതേസമയം അടുത്ത വർഷം ജൂൺ വരെയുള്ള ഗ്രേസ് പീരീഡ് കാലയളവിൽ ലൈസൻസ് ഉള്ളതും ലൈസൻസ് ഇല്ലാത്തതുമായ തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റുകൾ നൽകുന്നതും പുതുക്കുന്നതും തുടരും. എന്നാൽ 2026 ജൂൺ 1 മുതൽ സെക്ടർ സ്കിൽസ് യൂണിറ്റ് നൽകുന്ന സാധുവായ പ്രൊഫഷണൽ ലൈസൻസ് ഇല്ലാതെ മേഖലയിലെ ഒരു പ്രൊഫഷനും വർക്ക് പെർമിറ്റ് അനുവദിക്കുകയോ പുതുക്കുകയോ ചെയ്യില്ലെന്നും തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. UAE നികുതി നടപടിക്രമത്തിൽ വലിയ മാറ്റമാണ് ജനുവരി മുതൽ വരുന്നത്. പുതിയ നിയമം പ്രകാരം റീഫണ്ട് ആവശ്യങ്ങൾ, ക്രെഡിറ്റ് ബാലൻസുകൾ, ഓവർ പേയ്മെന്റുകൾ എന്നിവ ഇനി നിർബന്ധമായും 5 വർഷത്തിനകം ആവശ്യമാക്കണം. കാലാവധി കഴിഞ്ഞാൽ അവകാശപ്പെടാനാവില്ലെന്ന് ടാക്സ് രംഗത്തെ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. FTA ഓഡിറ്റ് നിശ്ചിത പരിധി നിശ്ചയിച്ചുകൊണ്ടാണ് പുതിയ പരിഷ്കരണം നടപ്പാക്കുന്നത്. 2025 ഫെഡറൽ ഡിക്രി ലോ 17 പ്രകാരം എല്ലാ ഫെഡറൽ നികുതികൾക്കും, അതായത് വാറ്റ്, കോർപ്പറേറ്റ് ടാക്സ്, എക്സൈസ് ടാക്സ് എന്നിവയ്ക്ക് ഇത് ബാധകമാണ്. പുതിയ നിയമം വോളണ്ടറി ഡിസ്ക്ലോഷർ നടപടികൾ ലളിതമാക്കുന്നുണ്ട്. നികുതി തുകയെ ബാധിക്കാത്ത ചെറിയ പിശകുകൾക്ക് ഇനി നിർബന്ധമായും വോളണ്ടറി ഡിസ്ക്ലോഷർ നൽകേണ്ടതില്ല. എന്നാൽ ബിസിനസ്സുകാർ രേഖകൾ സൂക്ഷിക്കുകയും പുതിയ സമയപരിധികൾ കൃത്യമായി പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. NTV UAE to the world.